കോയമ്പത്തൂർ മധുക്കരയിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർക്ക് മർദ്ദനം. തമിഴ്നാട് രജിസ്ട്രേഷൻ കാറിലെത്തിയവരാണ് ഡ്രൈവറെ മർദ്ദിച്ചത്. നെയ്യാറ്റിൻകര സ്വദേശി പ്രതീഷിനാണ് മർദ്ദനമേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? വിഷ്ണു, ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കോയമ്പത്തൂർ മധുക്കരയിൽ വെച്ചാണ് കെ.എസ്.ആർ.ടി.സി ഡ്രൈവർക്ക് മർദ്ദനമേറ്റിരിക്കുന്നത്. നെയ്യാറ്റിൻകര സ്വദേശിയായ പ്രതീഷിനാണ് മർദ്ദനമേറ്റത്. തമിഴ്നാട് രജിസ്ട്രേഷൻ കാറിലെത്തിയ ആളുകളാണ് ഈ ഡ്രൈവറെ മർദ്ദിച്ചത്. കോയമ്പത്തൂർ ഭാഗത്തു നിന്നും കായംകുളത്തേക്ക് വരികയായിരുന്നു കെ.എസ്.ആർ.ടി.സി ബസ്. ഈ സമയത്ത് മധുക്കര ഭാഗത്തെത്തിയപ്പോൾ TN 61 രജിസ്ട്രേഷനിൽ എന്ന ഒരു ആൾട്ടോ കാറിലെത്തിയ സംഘം ബസിന് മുന്നിലേക്ക് കാറ് കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്യുകയും തുടർന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. ഈ ഡ്രൈവറെ മുഖത്തേക്കാണ് മർദ്ദിച്ചത്. മുക്കിന്റെ ഭാഗത്തും മറ്റുമൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മർദ്ദിച്ച ആളുകൾ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പരിക്കേറ്റ ഡ്രൈവറായ പ്രതീഷ് പറയുന്നത്. എന്താണ് ഇവർ ഇത്തരത്തിൽ മർദ്ദിക്കാൻ കാരണമെന്ന് എനിക്ക് അറിയില്ല എന്നും പ്രതീഷ് പറയുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ പാലക്കാട് പോലീസിൽ ഈ പ്രതീഷ് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ഈ കാറിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അപ്പോൾ നമുക്ക് ലഭിച്ച ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഒരു കാറിന്റെ ദൃശ്യങ്ങൾ, അതിലുണ്ടായിരുന്ന മർദ്ദിച്ചു എന്ന് പറയുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഇതുൾപ്പെടെയാണ് ഈ ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.